സാധാരണയായി ഞങ്ങളുടെ ഓരോ പ്രോഗ്രാമുകൾക്കും നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ടാവാറുണ്ട്. ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ ഞങ്ങളുടെ ഈ ഒരു ഉദ്യമം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ വളരെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ അധികാരികളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം ഞങ്ങൾക്ക് ആവശ്യം. കേരളത്തിലെ ലബോറട്ടറികൾ ഇന്ന് നേരിടുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ക്ലിനിക്കൽ എക്സ്ട്രാക്ഷൻ ബിൽ തന്നെയാണ് ഒന്ന്. എന്നാൽ ഇപ്പോ അതിലും വലിയൊരു പ്രശ്നം ഞങ്ങൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ മാർച്ച് ആദ്യവാരത്തില് പുതിയൊരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ. നാളിതുവരെ ഞങ്ങൾ അടച്ചിരുന്ന ഫീസിന്റെ ഒക്കെ 5-10 ഇരട്ടി കൂട്ടിയിട്ട് ഫീസ് അടച്ചിട്ട് ഇനി വീണ്ടും ലൈഫ് ടൈം ഓതറൈസേഷൻ എടുത്ത എല്ലാ സ്ഥാപനങ്ങളും ഇനി 5 വർഷത്തേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനും അതുപോലെ തന്നെ റെന്റിനൊക്കെ ആനുപാതികമായിട്ട് അതിന്റെ ഇത്ര പെർസെന്റേജ് എന്ന് പറഞ്ഞിട്ട് ഫീസ് അടക്കുന്ന ഒരു പുതിയൊരു സംവിധാനം കൊണ്ടുവന്നിരിക്കുകയാണ്. ശരിക്കും കേരളത്തിലെ സ്വകാര്യ ലാബുകളുടെ നട്ടെല്ലൊടിക്കുന്ന രൂപത്തിലുള്ള ഒരു ഓർഡറാണ് വന്നിരിക്കുന്നത്. അത് അതിന്റെ ചെയർമാനായിട്ട് സംസാരിച്ചവർക്ക് അറിയാൻ കഴിയുന്നത് ചെയർമാൻ പറഞ്ഞത് ഇത് സെൻട്രൽ ഗവൺമെന്റ് ഓർഡറാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ശരിക്ക് സംസ്ഥാനങ്ങൾക്ക് അതിൽ ഭേദഗതികൾ വരുത്താം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ക്ലിനിക്കൽ എക്സ്ട്രാക്ഷൻ ബില്ലില് അഭിമുഖീകരിക്കുന്ന കാലങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വകാര്യ മേഖലയിലുള്ള ലബോറട്ടറികളിൽ ഏകദേശം 50% കൂടെ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിൽ മിനിമം സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ്. അതിന് കാതലായ മാറ്റങ്ങൾ വരുത്തി ക്വാളിറ്റിയിൽ അധിഷ്ഠിതമായ രൂപത്തിൽ ജനങ്ങൾക്ക് നല്ല റിസൾട്ടുകൾ നൽകാൻ ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ അത് കൊണ്ടുവരുന്നതാണെങ്കിൽ അതിൽ അപ്രായോഗികമായ ഒരുപാട് തെറ്റുകൾ ആ മിനിമം സ്റ്റാൻഡേർഡ്സിലുണ്ട്. അതെല്ലാം തിരുത്തിക്കൊണ്ട് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഇന്ന് ആരോഗ്യ മേഖലയിൽ കേരളത്തെ ഉന്നതിയിൽ എത്തിക്കാൻ ശ്രമിച്ചതിൽ 70% പങ്കുള്ള ഞങ്ങളുടെ സ്വകാര്യ മേഖല ഒന്നടങ്കം പൂട്ടിപ്പോകുന്ന അവസ്ഥയിൽ മാറ്റം വരുത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല റിസൾട്ടുകളും നല്ല സർവീസും കൊടുക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കാനായിട്ട് ഈ ക്ലിനിക്കൽ എക്സ്ട്രാക്ഷൻ ബില്ലിലെ അപ്രായോഗിക മാനദണ്ഡങ്ങൾ മാറ്റിക്കൊണ്ട് അത് ലഘൂകരിക്കണമെന്നാണ് ഈ അവസരം ഞാൻ സർക്കാരിനോട് പറയാനുള്ളത്.